Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. കാലടി ഗ്രാമപഞ്ചായത്തിലെ ഹോട്ടലുകളിലും ഭക്ഷ്യസാധനങ്ങൾ വിൽക്കുന്ന കടകളിലും ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നു. മറ്റൂർ കോളേജ് റോഡിലെ അമ്മ കറി ഷോപ്പിൽ നടത്തിയ പരിശോധനയിൽ പഴകിയ ഇറച്ചിയും മറ്റു ഭക്ഷ്യവസ്തുക്കളും കണ്ടെത്തി. സ്ഥാപനത്തിനെതിരെ നിയമ നടപടി ഉണ്ടാകുമെന്ന് ഹെൽത്ത് സൂപ്പർവൈസർ റാഫി അറിയിച്ചു. കാലടി പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വയറിളക്കവും മഞ്ഞപ്പിത്ത കേസുകളുമായിട്ട് നിരവധി കേസുകൾ ആശുപത്രിയിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നിന്നുള്ള പ്രത്യേക നിർദ്ദേശപ്രകാരം കാലടി പഞ്ചായത്തിലുടനീളം ഹോട്ടലുകളും ഭക്ഷണസാധനങ്ങൾ വിൽക്കുന്ന വ്യാപാര സ്ഥാപനങ്ങൾ ഉൾപ്പെടെ എല്ലാ സ്ഥാപനങ്ങളിലും ഇന്നലെയും ഇന്നുമായിട്ട് നമ്മൾ പരിശോധന നടത്തി വരികയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പ്രധാനമായിട്ടും നമ്മുടെ പഞ്ചായത്തിലെ ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്ന ഒരു കടയിൽ അമ്മ കറി ഷോപ്പ് എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ സ്ഥാപനത്തിൽ നിന്നും ഭക്ഷണം കഴിച്ചവരിലേറെയും വയറിളക്കവും ഛർദിലുമായിട്ട് ആശുപത്രിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ പരിശോധന നടത്തിയതും. പക്ഷേ ഈ പരിശോധനയിൽ നമുക്ക് ഒരുപാട് ഇവിടെ പരിസരം വളരെ വൃത്തിഹീനമാണ്, ഈച്ച ശല്യം, അതോടൊപ്പം തന്നെ അന്യദേശ തൊഴിലാളികൾക്ക് ഹെൽത്ത് കാർഡില്ല, കുടിവെള്ള പരിശോധന നടത്തിയിട്ടില്ല, യാതൊരുവിധ രേഖകളോ കാര്യങ്ങളോ കറക്റ്റാക്കാതെയാണ് ഈ സ്ഥാപനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ നടപടികളിലേക്ക് നമ്മൾ കടക്കുന്നതാണ്. കാലടിയിൽ ഭക്ഷ്യവിഷബാധയെ തുടർന്ന് വയറിളക്കവും ഛർദിയും റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യവകുപ്പ് പ്രദേശത്തെ ഹോട്ടലുകൾ, കൂൾബാറുകൾ, മറ്റു ഭക്ഷ്യോൽപാദന വിതരണ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ പരിശോധന നടത്തി. പഴകിയ ഇറച്ചിയും ഭക്ഷ്യസാധനങ്ങളും ഫ്രിഡ്ജിൽ ഒരുമിച്ച് സൂക്ഷിക്കുകയും വൃത്തിഹീനമായ സാഹചര്യത്തിലും ഭക്ഷണം പാകം ചെയ്യുകയും വിൽക്കുകയും ചെയ്ത മറ്റൂരിലെ അമ്മ ഫുഡ് എന്ന സ്ഥാപനം താത്കാലികമായി അടച്ചുപൂട്ടി. ഇറച്ചി ഉൾപ്പെടെ പഴയ സാധനങ്ങൾ വ്യാപകമായിട്ട് ഫ്രിഡ്ജിൽ കവറിൽ കെട്ടി സൂക്ഷിച്ചിരിക്കുന്നതും അതോടൊപ്പം ആ ഫ്രിഡ്ജിൽ തന്നെ വിളമ്പാനെന്നുള്ള പാചകം ചെയ്ത ഭക്ഷണ സാധനങ്ങളും അതേ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ചിരിക്കുന്ന അവസ്ഥയും പഴകിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടെ കാണപ്പെട്ടു. അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഈ സ്ഥാപനത്തിൽ ഭക്ഷണ വിതരണം ചെയ്യുന്നതും അത് പൊതുജനങ്ങളുടെ ആരോഗ്യത്തിന് വളരെ ഹാനികരമായ രീതിയിൽ പ്രശ്നങ്ങളുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഈ സ്ഥാപനങ്ങളിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. തുടർന്നും ഈ പ്രദേശങ്ങളിലെ എല്ലാ ഭക്ഷണ വിതരണ സ്ഥാപനങ്ങളിലും പരിശോധന ഉണ്ടായിരിക്കുകയും ജില്ലയിൽ നിന്നുള്ള DMO ഓഫീസിൽ നിന്നുള്ള പ്രത്യേക നിർദ്ദേശപ്രകാരം പഞ്ചായത്തുമായിട്ട് ചേർന്നാണ് ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. തുടർന്നും ഈ പരിപാടി തീർച്ചയായിട്ടും ഈ മഴ എത്തുന്നതിന് മുമ്പ് തന്നെ എല്ലാ സ്ഥാപനങ്ങളും പൂർണ്ണമായിട്ടും പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതായിരിക്കും. നിയമവിധേയമായിട്ടല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ പഞ്ചായത്തുമായിട്ട് ചേർന്ന് അടച്ചുപൂട്ടുന്ന നടപടികൾ സ്വീകരിക്കുന്നതാണ്. വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിച്ച വിവിധ സ്ഥാപനങ്ങളിൽ നിന്നായി 30,000 രൂപ പിഴയിട്ടു. പരിശോധനയ്ക്ക് കാലടി CHC ഹെൽത്ത് സൂപ്പർവൈസർ റാഫി MM, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ KV ഷിബു, ഏലിയാമ്മ വർഗീസ്, പഞ്ചായത്ത് ക്ലർക്ക് നിതിൻ PN എന്നിവർ നേതൃത്വം നൽകി. ഈ സ്ഥാപനത്തിലെ പരിശോധന സമയത്ത് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് ഒരു ഫ്രിഡ്ജിൽ ദിവസങ്ങളായിട്ട് പല കിറ്റുകളിൽ വെച്ചിട്ടുള്ള പഴയ ഇറച്ചി, അതിനോട് ചേർന്ന് തന്നെ ദോശയ്ക്ക് അരച്ചു വെച്ചിട്ടുള്ള മാവ്, അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചക്കറികൾ, അങ്ങനെ എല്ലാം കൂടി ഒരു ഫ്രിഡ്ജിൽ വളരെ മോശമായിട്ടുള്ള സാഹചര്യത്തിലാണ് കാണാൻ കഴിഞ്ഞത്. അതോടൊപ്പം തന്നെ ഹിന്ദിക്കാരാണ് ഈ സ്ഥാപനത്തിലെ ഭൂരിപക്ഷം പണിക്കാർ. അവർക്ക് യാതൊരുവിധ ഹെൽത്ത് കാർഡോ യാതൊരുവിധ ശുചിത്വവും ഇല്ലാത്ത രീതിയിലാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റ് കിച്ചണോട് ചേർന്ന് വളരെ മോശമായിട്ടുള്ള സ്ഥിതിയിലാണ് ഇവിടുത്തെ കിച്ചൺ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വളരെ മോശമായിട്ടുള്ള സാഹചര്യത്തിലാണ് ഈ സ്ഥാപനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്.